ഈ ശിശുക്കൾക്ക് മാമോദീസ നൽകുന്ന വേളയിൽ സഭ പ്രത്യേകിച്ച് സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു മധ്യസ്ഥനെ പ്രത്യേകമായിട്ട് ക്രമീകരിക്കും. മുതിർന്നവർക്കും മധ്യസ്ഥന്മാരെ വെക്കാറുണ്ട്. കാരണം ഇവർ ക്രിസ്തീയ പാതയിൽ മുന്നോട്ട് ചരിക്കുവാൻ വേണ്ടതായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകുവാൻ അവർക്ക് ചുമതലയുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു മധ്യസ്ഥനെ, മാമോദീസായുടെ മധ്യസ്ഥനെ, തലതൊടുന്നയാൾ എന്നുള്ള പേരിൽ പ്രത്യേകിച്ച് സഭ സ്വീകരിക്കുകയും അവരെ ചില ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസത്തിൽ മാതൃകയായിട്ട് കുഞ്ഞിന് മുൻപിൽ ജീവിക്കുവാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനൊക്കെ ഇവർക്ക് ചുമതല ഉണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പുതിയ സൃഷ്ടിയുടെ അനുഭവം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴമയുടെ മാറ്റത്തോടെ ഒരു പുതുമയുടെ നവജീവൻ അത് യേശുക്രിസ്തു സഭയിൽ കൂടി നൽകുന്നു. അതാണ് വിശുദ്ധ മാമോദീസ. ദൈവം ചൊന്നാൻ അഹരോനേ പൂശുക, പാവനനാവാൻ പാവന തൈലത്താൻ പൂശുന്നീപ്പോൾ സ്നാനം പ്രാപിപ്പോരു കുഞ്ഞാടിനെ ഈ പാവന തൈലത്താൻ മാമോദീസായേൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവും ഇതുതന്നെ. ഊഹാഗൂഢം രുഷ്മ ചെയ്തമ്പോടു ദൈവികമായി വാണിവനെ വാഴ്ത്തുന്നു. മാമോദീസായിൽ തന്നെ ഉൾക്കൊള്ളുന്ന 3 ഘടകങ്ങളാണ് ജലസ്നാനം, മൂറോനഭിഷേകം, വിശുദ്ധ കുർബാന അനുഭവം. എന്നാൽ മൂറോനഭിഷേകത്തെ ഒരു പ്രത്യേക കൂദാശയായിട്ട് സഭ കരുതുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തിന് സഭയിൽ മുഖ്യമായ സ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ശമരിയയിലെ ആളുകൾ ജലസ്നാനമേ പ്രാപിച്ചുള്ളൂ, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എന്ന് ആദിമ അപ്പോസ്തോലിക സമൂഹം കണ്ടെത്തിയപ്പോൾ അവർക്ക് കൈവപ്പ് നൽകി പരിശുദ്ധാത്മാവിനെ നൽകിയാണ് അവരുടെ മാമോദീസായെ പൂർത്തീകരിക്കുന്നത്. ശിശുക്കൾക്കും പ്രായമായവർക്കും മാമോദീസ നൽകുമ്പോൾ ജലസ്നാനം, മൂറോനഭിഷേകം, വിശുദ്ധ കുർബാനാനുഭവം എന്നിവ നൽകി മാമോദീസായുടെ പൂർത്തീകരണത്തിലേക്ക് വരുത്തുന്നു. പൂശുന്നീപ്പോൾ സ്നാനം പ്രാപിപ്പോരു കുഞ്ഞാടിനെ ഈ പാവന തൈലത്താൻ മാമോദീസായേൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവും ഇതുതന്നെ. ഊഹാഗൂഢം രുഷ്മ ചെയ്തമ്പോടു ദൈവികമായി വാണിവനെ വാഴ്ത്തുന്നു. മൂറോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സുഗന്ധ തൈലം എന്നാണ്. ഒലിവെണ്ണ, പ്രത്യേകമായ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഭംഗിയായിട്ട് തയ്യാർ ചെയ്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി സഭയുടെ തലവൻ പാത്രിയർക്കീസ് അല്ലെങ്കിൽ കാതോലിക്ക നിർവഹിക്കുന്ന ഒരു പ്രത്യേകമായ കൂദാശയാണ് മൂറോൻ കൂദാശ എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കുന്ന മൂറോനിൽ നിന്ന് ഓരോ പള്ളിയിലേക്കും മൂറോൻ തൈലം കൊണ്ടുപോയി മാമോദീസായ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂറോനെക്കുറിച്ച് പറയുമ്പോൾ മൂറോൻ മാമോദീസായിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, പള്ളി കൂദാശയ്ക്ക് ഉപയോഗിക്കും. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനു വേണ്ടിയുള്ള വിശുദ്ധ കാസായും പീലാസായും വയ്ക്കുവാൻ വേണ്ടിയുള്ള തബിലൈത്ത കൂദാശ ചെയ്യുവാൻ വേണ്ടിയും മൂറോൻ ഉപയോഗിക്കും.
വിശുദ്ധ മാമോദീസായിൽ മൂറോനെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തെയാണ് എന്ന് പറഞ്ഞുവല്ലോ. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങളിൽ അവൻ്റെ അഭിഷേകം വസിക്കുന്നു എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. അതായത് അഭിഷേകം പ്രാപിച്ചവരാണ്, വിശുദ്ധ തൈലത്താൽ അഭിഷേകം പ്രാപിച്ചവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള സൂചന അവിടെ ലഭിക്കുന്നു. ആദ്യം മുതലേ വിശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മ സ്വീകരണത്തിൻ്റെ സൂചന നൽകുന്ന പാരമ്പര്യം സഭയിൽ നിലനിൽക്കുന്നുണ്ട്. മാമോദീസായിൽ നിന്ന് പരിശുദ്ധാത്മാഭിഷേകത്തെ മാറ്റിവെക്കുവാൻ സാധ്യമല്ല. എന്നാൽ ചില ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ ജലസ്നാനം മാത്രമായിട്ട് ഇപ്പോഴും ക്രൈസ്തവ മാമോദീസായെ ഒതുക്കി തീർക്കാറുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് മറ്റൊരു ഭാഗമായിട്ട്, മാമോദീസായിൽ നിന്ന് വേർപെട്ട മറ്റൊരു ഭാഗമായിട്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ പാരമ്പര്യത്തിൽ കാണുന്നുണ്ട്. അത് പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഇല്ല. മാമോദീസ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ, അഭിഷേകത്താൽ ആണ്. വിശുദ്ധ കുർബാന കൂദാശകളുടെ രാജ്ഞിയാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് അമർത്യതയുടെ ഔഷധം എന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് വിശേഷണം നൽകിയിരിക്കുന്നത്. എല്ലാ കൂദാശകളും പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാന അനുഭവത്തോടു കൂടിയാണ്. അതുകൊണ്ട് പൂർത്തീകരണ കൂദാശ എന്നുകൂടി വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നുണ്ട്. കുർബാന എന്നുള്ളതായ സുറിയാനി പദത്തിന്റെ അർത്ഥം കാഴ്ച, അർപ്പണം, ബലി എന്നൊക്കെയാണ്. ദൈവപുത്രൻ തന്നെ തന്നെ ലോകത്തിനു വേണ്ടി അർപ്പിക്കുകയും ആ അർപ്പണത്തിൽ പങ്കുചേർന്നുകൊണ്ട് മനുഷ്യർ തങ്ങളെ തന്നെ ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്യുന്ന മഹനീയമായ കാഴ്ച അഥവാ അർപ്പണമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 54-ാം വാക്യത്തിൽ യേശുക്രിസ്തു അരുളി ചെയ്യുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന്. യേശുക്രിസ്തു തൻ്റെ മാംസം തിന്നുവാനും തൻ്റെ രക്തം കുടിക്കുവാനും തൻ്റെ മനുഷ്യാവതാര ദൗത്യത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു ക്രമീകരണം ചെയ്തു. അത് തൻ്റെ തിരുവത്താഴത്തിൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ സന്ദർഭത്തിലാണ്. സുവിശേഷങ്ങളിൽ ആ സംഭവത്തെ വിശദീകരിക്കുന്നിടത്ത് യേശുതമ്പുരാൻ അപ്പവും വീഞ്ഞും തൻ്റെ കരങ്ങളിൽ എടുത്തിട്ട് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് ഇതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിപ്പീൻ, ഇതിൽ നിങ്ങൾ കുടിപ്പീൻ എന്ന് അരുളി ചെയ്തത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹായും 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് ഇതെൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുവീൻ എന്ന് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിമേൽപ്പിച്ചുകൊണ്ട് ഞാൻ വരുവുള്ളൂ. നിങ്ങൾ ഇപ്രകാരം എൻ്റെ ഓർമ്മയെ നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുവീൻ എന്ന് താൻ അവരോട് കൽപ്പിച്ചരുളി ചെയ്തു. ഈ കർത്തൃകൽപ്പനയാണ് വിശുദ്ധ കുർബാനയിൽ നിറവേറ്റപ്പെടുന്നത്. സഭയുടെ വിശുദ്ധ കുർബാനാനുഷ്ഠാനം ആദ്യം മുതലേ സഭ നിർവഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ അനുഷ്ഠാനം ആയിരുന്നു. കർത്താവിൻ്റെ സഹോദരനായ വിശുദ്ധ യാക്കോബ് വിശുദ്ധ കുർബാനയ്ക്കു വേണ്ടി ഒരു കൂദാശാക്രമം ഉണ്ടാക്കിയെന്നും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു പല പരിശുദ്ധന്മാരും
കുർബാനയുടെ ക്രമങ്ങളുണ്ടാക്കിയെന്നും സഭ വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാന അനുഷ്ഠാനത്തിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിന് ഒരുക്ക ശുശ്രൂഷ അഥവാ തൂയോബോ എന്ന് പറയുന്നു. രണ്ടാമത്തത് വിശുദ്ധ കുർബാനയുടെ പരസ്യമായ അനുഷ്ഠാനം എന്ന് പറയുന്നു. ഈ ഭാഗത്തിന് 2 പ്രധാനപ്പെട്ട ഉപവിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് വചന ശുശ്രൂഷയുടെ ഭാഗം, രണ്ടാമത്തത് തിരുശരീര രക്തങ്ങളുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗം. വിശുദ്ധ കുർബാനയുടെ 3-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് സമാപ്തി ശുശ്രൂഷ അല്ലെങ്കിൽ കുർബാന അനുഭവത്തിന് ശേഷമുള്ള ശുശ്രൂഷ, പോസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയും. ഈ കുർബാന അനുഷ്ഠാനത്തിൽ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ആദിയോടന്തം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലെ പ്രധാനപ്പെട്ട സംഗതികളും തൻ്റെ 2ാമത്തെ വരവ് വരെയുള്ളതായ കാര്യങ്ങളും സഭ ഓർക്കുന്നു. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസ മുഖ്യ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ, തിരുജനനത്തെ സഭ അനുസ്മരിക്കുന്നു. പിന്നീട് ധൂപക്കുറ്റി വാഴ്വിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മാമോദീസായെ സഭ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. പിന്നീട് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ബാറേഖാദീസ് എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ കുർബാന സ്ഥാപനം ഓർക്കുമ്പോൾ കർത്താവ് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചതും അതിനോടനുബന്ധിച്ച് അരുളി ചെയ്തതുമായ കാര്യങ്ങൾ സഭയോർക്കുന്നു. പാപികളായ നമുക്ക് വേണ്ടി മരണം കൈക്കൊള്ളുവാൻ ഒരുങ്ങിയപ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ അപ്പം താൻ കൈക്കൊണ്ടു. തൻ്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി നുറുങ്ങപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിന് നിത്യനുമായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന
എൻ്റെ ശരീരം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വരായ ദലഓലം അപ്രകാരം തന്നെ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ കാസായെയും താൻ കൈക്കൊണ്ടു. ചെയ്തു തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകി. അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിനും നിത്യവനുമായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വരായ ദലഓ